എറണാകുളത്ത് മൈതാനത്ത് മേശയിട്ടും പാന്റും ഷർട്ടും അണിഞ്ഞും കുർബാന അർപ്പിച്ച വൈദികരെ പുറത്താക്കിയില്ലെങ്കിൽ മാർ പാമ്പ്ലാനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന താക്കീതുമായി വിശ്വാസികൾ. ബിഷപ്പ് ഹൌസിന്റെ മുറ്റത്ത് മേശയിട്ട് പാന്റും ഷർട്ടും അണിഞ്ഞ് വിശുദ്ധ കുർബാന അർപ്പിച്ച വൈദികർക്കെതിരെയുള്ള നടപടി പിൻവലിച്ചാൽ മെത്രാപ്പോലിത്തൻ വികാരി മാർ ജോസഫ് പാമ്പ്ലാനിക്കെതിരെയും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെതിരെയും കോടതിയെയും മാർപ്പാപ്പയെയും സമീപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ. വിശുദ്ധ കുർബാന അർപ്പണത്തിന് സഭ നിഷ്കർഷിച്ചിരിക്കുന്നതും കാനോൻ നിയമത്തിൽ പ്രതിപാദിക്കുന്നതുമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ തെരുവിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചത് സഭാവിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന നടപടിയാണ്. മാത്രമല്ല, വിമതർ പ്രതിഷേധ സൂചകമായി ചൊല്ലിയ ഈ കുർബാനയിൽ സഭാവസ്ത്രങ്ങൾ അണിയാതെയും സഭയിലെ വൈദികർക്ക് നിഷ്കർഷിക്കുന്ന ലോഹ ഉൾപ്പെടെയുള്ള വിശുദ്ധ വസ്ത്രങ്ങൾ അണിയാതെ പാന്റും ഷർട്ടും ധരിച്ചാണ് ഒരു വൈദികൻ കുർബാന അർപ്പണത്തിൽ പങ്കാളിയായത്. വിശ്വാസികളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതും വിശ്വാസികളെ അപകീർത്തിപ്പെടുത്തുന്നതുമായ നടപടിയാണിതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആഗോള ക്രൈസ്തവ സമൂഹം ആദരവോടെ നോക്കിക്കാണുന്ന ഈ കുർബാന അർപ്പണം എവിടെ എങ്ങനെ അർപ്പിക്കണമെന്ന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. എന്നാൽ എറണാകുളത്തെ വിമത വൈദികർ ഈ നടപടിക്രമങ്ങൾ ഒന്നും പാലിക്കാതെയാണ് മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന വിധം പെരുമാറിയതെന്നാണ് ആക്ഷേപം. ഈ സാഹചര്യത്തിൽ ഇവർക്കെതിരെ നടപടിയെടുക്കാതെ വിമതരെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് സഭാ നേതൃത്വം നീങ്ങിയാൽ അത് നിയമപരമായി തന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതിനാവശ്യമായ നിയമ നടപടികളിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് വിശ്വാസികൾ. ആഗോള കത്തോലിക്ക സഭയെ മുഴുവൻ അപമാനിക്കുന്ന രീതിയിലുള്ള വിമത പ്രവർത്തനങ്ങൾ ഇനിയും വിമതർ തുടർന്നാൽ ക്രൈസ്തവ വിശ്വാസ സമൂഹം ഇനിയും കൈയും കെട്ടി നോക്കിയിരിക്കില്ല എന്ന വ്യക്തമായ താക്കീത് കൂടിയായി മാറിയിരിക്കുകയാണ് വിശ്വാസികളുടെ ഈ പുതിയ നീക്കം.